ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഓരോ ഭിന്നശേഷി വ്യക്തിക്കും ഇണങ്ങുന്ന പിന്തുണാ സംവിധാനം ഉറപ്പാക്കാനാണ് സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. പിണറായി സർക്കാർ ലഹരി മാഫിയക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. റംസാൻ രണ്ടാമത്തെ പത്തിലേക്ക് കഠിന വ്രതത്തിലൂടെ ആത്മവിശുദ്ധി നേടാനുള്ള പരിശ്രമത്തിൽ വിശ്വാസികൾ. ഹജ്ജ് തീർത്ഥാടനത്തിന് കോഴിക്കോട്ട് നിന്നുള്ള തീർത്ഥാടകരിൽ 516 പേർക്ക് കണ്ണൂരിൽ നിന്നും പോകാമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി. മാർച്ച് 13 ലോക വൃക്ക ദിനം. നിങ്ങളുടെ കിഡ്നി ഓക്കെയാണോ? നേരത്തെ കണ്ടെത്തി സംരക്ഷിക്കൂ എന്നത് ഈ വർഷത്തെ പ്രമേയം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ഓരോ ഭിന്നശേഷി വ്യക്തിക്കും ഇണങ്ങുന്ന പിന്തുണാ സംവിധാനം ഉറപ്പാക്കാനാണ് സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായ ഉപകരണങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായ ഉപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. 16 പേർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ, 45 പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ എന്നിവയാണ് നൽകിയത്. തടസ്സങ്ങളില്ലാത്ത സാമൂഹ്യ ജീവിതത്തിന് സഹായകരമായ വിധത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായ ഉപകരണങ്ങളും പിന്തുണാ സംവിധാനങ്ങളും നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിതമായി കേരളത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് വികസിപ്പിക്കുക എന്ന പ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി വിശദീകരിച്ചു. തങ്ങളുടെ ശാരീരികമായ പരിമിതികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയുന്ന സഹായ ഉപകരണങ്ങളുടെയും പിന്തുണാ സംവിധാനങ്ങളുടെയും ഉപയോഗത്തിലൂടെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമ്പൂർണമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന വിധത്തിലുള്ള സ്നേഹപൂർണമായിട്ടുള്ള പരിചരണവും പിന്തുണയും ഭിന്നശേഷി മക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇതും എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിഷ പുത്തൻപുരയിൽ, VP ജമീല, KV റീന, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സെക്രട്ടറി TG അജേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പിണറായി സർക്കാർ ലഹരി മാഫിയക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ലഹരിക്കെതിരെ BJP കോഴിക്കോട്ട് നടത്തിയ നൈറ്റ് മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളം, സാംസ്കാരികമായി ഉന്നതിയിലെത്തിയിട്ടുള്ള ഈ കേരളത്തെ സാമൂഹികമായി തകർത്ത് തരിപ്പണമാക്കി, സാംസ്കാരികമായി തകർത്ത് തരിപ്പണമാക്കി, സാമൂഹികവും സാംസ്കാരികവുമായി കേരളത്തെ ഇല്ലാതാക്കി കട്ടുമുടിച്ചു ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ ലഹരി മരുന്ന് മാഫിയകൾക്കെതിരെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയക്കെതിരെ പിണറായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും ലഹരി മരുന്ന് വ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
നൈറ്റ് മാർച്ച് മാനാഞ്ചിറയിൽ നിന്നും ആരംഭിച്ച് കടപ്പുറത്ത് സമാപിച്ചു. BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു, മുൻ ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, E പ്രശാന്ത് കുമാർ, NP രാധാകൃഷ്ണൻ, K ഗണേഷ് കുമാർ, KT വിപിൻ, T റനീഷ്, രമ്യ സന്തോഷ്, N ശിവപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. റംസാൻ രണ്ടാമത്തെ പത്തിലേക്ക് കടക്കുന്നതോടെ കഠിന വ്രതത്തിലൂടെ ആത്മവിശുദ്ധി നേടാനുള്ള പരിശ്രമത്തിലാണ് വിശ്വാസികൾ. ദാനധർമ്മങ്ങൾക്കും അന്നദാനത്തിനുമെല്ലാം വലിയ പ്രാധാന്യം ലഭിക്കുന്ന സമയമാണ് രണ്ടാമത്തെ പത്ത്. റംസാൻ വ്രതം രണ്ടാമത്തെ പത്തിലേക്ക് കടക്കുന്നതോടെ കഠിന വ്രതമനുഷ്ഠിച്ച് ഹൃദയത്തെ പാപവിമുക്തമാക്കാനുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ. ചെയ്തുപോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് രണ്ടാമത്തെ പത്തിനെ വിശ്വാസികൾ കാണുന്നത്. അന്നദാനത്തിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും ചെയ്തുപോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള സമയമാണ് രണ്ടാമത്തെ പത്തിൽ ആഗതമാകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹജ്ജ് തീർത്ഥാടനത്തിന് കോഴിക്കോട്ട് നിന്നുള്ള തീർത്ഥാടകരിൽ 516 പേർക്ക് കണ്ണൂരിൽ നിന്നും പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിനെ അപേക്ഷിച്ച് കോഴിക്കോട്ട് നിന്നുള്ള യാത്രാ ചെലവ് കൂടുതലാണെന്ന പരാതി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. നിരവധി അപേക്ഷകൾ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നും നറുക്കെടുപ്പിലൂടെ ഇത് പരിഗണിക്കുമെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പ്രാധാന്യം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. സംവാദം നോർത്തേൺ റീജിയണൽ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ R കീർത്തി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, RGSA, CWRDM, NSS എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പ്രാധാന്യം എന്ന വിഷയത്തിൽ കുന്നമംഗലം CWRDM ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംവാദം നോർത്തേൺ റീജിയണൽ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ R കീർത്തി ഉദ്ഘാടനം ചെയ്തു. Right, equality and empowerment. Right, equality and empowerment. It comes through social, political, financial, decision-making power and digital independence. Idinellam we should fight for it, and we are capable and we will get it, because government is doing lot of initiatives for girls, lot of initiatives in all these fields. So utilize it, utilize all these opportunities. Come up in your life, come up in your life. ഒരിക്കലും സ്വപ്നം കാണുന്നതും ambitious ആവുന്നതിൽ ഒരു തെറ്റുമില്ല. You should be ambitious, you should dream, and you should dream big. That is your right. Okay. 7 കോളേജുകളിൽ നിന്നുള്ള NSS വളണ്ടിയർമാർ സയൻസ്, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ പഠിക്കുന്ന 100-ലധികം വിദ്യാർത്ഥിനികളും ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമാണ് സംവാദത്തിൽ പങ്കെടുത്തത്. ശാസ്ത്ര മേഖലയിൽ തുടർ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകളുടെയും അവാർഡുകളെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള ക്ലാസുകളും നടന്നു. CWRDMലെ 10ഓളം വനിതാ ശാസ്ത്രജ്ഞന്മാരുടെ പാനൽ നടത്തുന്ന ഇന്ററാക്റ്റീവ് സെഷനും സംവാദത്തിന്റെ ഭാഗമായി നടന്നു.
CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് പി സാമുവേൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ് മുഖ്യാതിഥിയായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സീനിയർ സൂപ്രണ്ട് രാധിക NR, CWRDM ശാസ്ത്രജ്ഞ ഡോക്ടർ രശ്മി ടി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പെർട്ട് അഞ്ജന VK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുസ്ലിം മതവിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് റംസാനിൽ പ്രാധാന്യവും പവിത്രതയും ഏറെയാണ്. മുസല്ലകൾ എന്ന പ്രാർത്ഥനാ പായകൾക്കുമുണ്ട് ഏറെ സവിശേഷതകൾ. റംസാനിൽ മുസല്ലകളുടെ വിപണി സജീവമാകുന്നതും ഈ പ്രത്യേകതകൾ കൊണ്ടാണ്. മുസ്ലിം മതവിശ്വാസികൾ നോമ്പിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കും പ്രാധാന്യം നൽകാറുണ്ട്. നിസ്കാരത്തിൽ പ്രധാനപ്പെട്ടതാണ് മുസല്ല എന്നറിയപ്പെടുന്ന നിസ്കാരപ്പായ. ചിത്രപ്പണികൾ ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി മുസല്ലകൾ വിപണിയിലെത്തി. തുർക്കിയിൽ നിന്നുമാണ് മുസല്ലകൾ വരുന്നത്. ചിത്രപ്പണികൾ ഉള്ളതിനേക്കാൾ ആവശ്യക്കാർ കൂടുതൽ ഒറ്റ നിറത്തിലുള്ളതിനാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇനി റംസാനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മുസല്ല വീടുകളിലേക്ക് ഉപയോഗിക്കുന്നത്. കൂടാതെ പള്ളികളിലേക്കൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ വീടുകളിൽ ഇതേമാതിരി വലിയ നിസ്കരിക്കുന്ന റൂമിലേക്ക് വലിയ മുസല്ല വരുന്നുണ്ട്. പിന്നെ റംസാൻ അല്ലാതെ ഈ ഹജ്ജ് പെരുന്നാളിന് ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ ഗിഫ്റ്റായിട്ട് ഈ മുസല്ല കൊടുക്കുന്നുണ്ട്. ആ സമയത്തും ഇതിന് ലേശം മാർക്കറ്റിൽ ഡിമാൻഡാണ്. തുർക്കി മുസല്ലക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പ്ലെയിൻ മുസല്ലയാണ്. ആളുകൾ ഈ ചിത്രങ്ങളൊന്നും പറ്റില്ല നിസ്കരിക്കുന്നതിന് വേണ്ടി മുസല്ല പ്ലെയിനാണ് ആളുകൾ കൂടുതലും ചോദിച്ചു വരാറുണ്ട്. അത് മാർക്കറ്റിൽ ഡിമാൻഡാണ്. ചെറിയ ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നവ വീടുകളിലും വലിയത് പള്ളികളിലും ഉപയോഗിക്കുന്നു. ഹജ്ജ് ചെയ്ത് തിരിച്ചെത്തിയാൽ മറ്റുള്ളവർക്ക് മുസല്ലകൾ സമ്മാനമായി നൽകുന്ന പതിവും ഉണ്ട്. അതിനാൽ റംസാനിൽ മാത്രമല്ല മറ്റുള്ള മാസങ്ങളിലും മുസല്ലയ്ക്ക് വിൽപ്പനയുണ്ട്. പ്രാർത്ഥനകൾ പൂർണ്ണതയിലെത്താൻ എല്ലാത്തിനുമെന്ന പോലെ നിസ്കാരപ്പായകളും പ്രധാനപ്പെട്ടതാണ് വിശ്വാസികൾക്ക്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു സുഖമാണ്. അത് 1000 പൂവായാലോ? അത്തരമൊരു വിസ്മയിപ്പിക്കുന്ന പൂക്കാഴ്ചയാണ് ഇനി. കാറ്റ്സ്ക്ലോ എന്ന വള്ളിച്ചെടിയാണ് മോഡേൺ മേലേച്ചിറയിലെ സുരേഷിന്റെ വീട്ടുമുറ്റത്തും പരിസരത്തും കുലകുത്തി പൂത്ത് നാട്ടുകാർക്കും യാത്രക്കാർക്കും വർണ്ണ കാഴ്ച ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബീക്കൺ കാലിക്കറ്റ് ഏർപ്പെടുത്തിയ മാഗസിൻ അവാർഡ് മത്സരത്തിൽ ഫറൂഖ് കോളേജ് മാഗസിൻ ഒലിക്ക് 1ാം സ്ഥാനം. മാർച്ച് 13, 14 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. അവരെഴുത്തും അതേപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ അവർ നമുക്ക് കാണുന്നത് ഒരു മാഗസിനിലൂടെയാണ് അവർക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ അതല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ തരത്തിലും നമുക്ക് അവരുടെ
അവരുടെ സർഗപരമായിട്ടുള്ള കഴിവുകൾ നമുക്കങ്ങനെ അളക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് രണ്ടാമത്തെ അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ സർഗപരമായ മുന്നേറ്റങ്ങളെ അംഗീകരിക്കുന്നതിനുമായി കോഴിക്കോട്ടെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ബീക്കൺ കാലിക്കറ്റ് ഏർപ്പെടുത്തിയ മാഗസിൻ അവാർഡിൽ 1ാം സ്ഥാനം ഫാറൂഖ് കോളേജ് മാഗസിൻ ഒലിയും, 2ാം സ്ഥാനം കാസർഗോഡ് പെരിയ അംബേദ്കർ കോളേജ് മാഗസിൻ തലതിരിഞ്ഞവരുടെ കാനൂലും, 3ാം സ്ഥാനം പാലക്കാട് ഏഴക്കാട് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മാഗസിൻ നൂലാമാലയും നേടി. പ്രശസ്തി പത്രവും 5000, 4000, 3000 രൂപയുമാണ് പുരസ്കാരങ്ങൾ. ബീക്കൺ കാലിക്കറ്റിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് 13, 14 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. MT വാസുദേവൻ നായർ അനുസ്മരണം, ബീക്കൺ അവാർഡ് സമർപ്പണം, ദേവരാഗം സംഗീത സന്ധ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി KJ തോമസ്, പ്രസിഡന്റ് T സേതുമാധവൻ നായർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാർച്ച് 13 ലോക വൃക്ക ദിനം. നിങ്ങളുടെ കിഡ്നി ഓക്കെ ആണോ? നേരത്തെ കണ്ടെത്തി സംരക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കിഡ്നിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആസ്റ്റർ മിംസിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ നിവേദ് ഹരിദാസ് സംസാരിക്കുന്നു. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായി വേൾഡ് കിഡ്നി ഡേ ആയി ആഘോഷിക്കപ്പെടുകയാണ്. ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉള്ള സന്ദേശം എന്തെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ നമുക്ക് കിഡ്നി രോഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാനും അഥവാ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു മെസ്സേജാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. എന്തുകൊണ്ടാണ് കിഡ്നി ആരോഗ്യം ഇത്ര പ്രധാനം? പലപ്പോഴും പല രോഗികളും അവസാന ഘട്ടത്തിലാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പലപ്പോഴും കിഡ്നി അസുഖങ്ങൾ വരുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ ഷുഗർ അഥവാ പ്രമേഹം, ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വൃക്കസ്തംഭനം കാരണമാണ് പല പേഷ്യൻസും നമുക്ക് മുന്നിൽ വരുന്നത്. കിഡ്നി ട്രബിളിനുള്ള ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസ് വേറെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, അമിതമായ രക്തസമ്മർദ്ദമുള്ള പേഷ്യൻസ്, പലതരത്തിലുള്ള വാതരോഗങ്ങൾ കാരണം കിഡ്നി ബാധിക്കുന്ന പേഷ്യൻസ്, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണം, ചില വേദന സംഹാരികൾ, പച്ചമരുന്നുകൾ എന്നിവയുടെ അമിതമായ ഉപയോഗം കാരണം വൃക്ക തകരാറും അവസാനം അതൊരു വൃക്കസ്തംഭനം എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്ന പേഷ്യൻസും എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പേഷ്യൻസ് നമുക്ക് മുന്നിലെത്തുന്നത്. നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെ? ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കിഡ്നിയുടെ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നടത്തുക. കിഡ്നിയുടെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെ ലളിതമായ ചില ടെസ്റ്റുകൾ മാത്രമാണ്. ആദ്യമായി നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദം നോർമൽ ആണോ എന്ന് നോക്കുക. BP ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോളിലാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് നോക്കുക. മൂന്നാമത്തെ ടെസ്റ്റ് നമ്മൾ പറയാറുള്ളത് ബ്ലഡിലുള്ള ക്രിയാറ്റിനിന്റെ ടെസ്റ്റാണ്. ക്രിയാറ്റിനിന്റെ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ കിഡ്നി അതിന്റെ ജോലിയായ വേസ്റ്റ് പുറന്തള്ളുന്ന ജോലി പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. നാലാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, യൂറിനിൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടോ എന്ന് അറിയാനുള്ള യൂറിൻ ടെസ്റ്റാണ് നമ്മൾ നാലാമത്തേതായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. എസ്പെഷ്യലി അമിതമായ ഉപ്പ് കലർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വ്യായാമം. നമ്മുടെ രോഗാരോഗ്യ സംഘടന പറയുന്ന പോലെ തന്നെ ഒരാഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും നമ്മൾ നല്ലൊരു എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അമിതവണ്ണം. നമ്മളൊരു നല്ല ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുന്നതോടെ നമ്മുടെ വണ്ണത്തെ നമുക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റും. നമ്മളൊരു നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് BMI മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ കിഡ്നി ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ കിഡ്നി ഓക്കെ ആണോ? ഇന്ന് തന്നെ ചെക്കപ്പ് നടത്തുക, അതിനെ സംരക്ഷിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
കേരള PSC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൗമാരക്കാരിലെ ലഹരി ഉപയോഗവും അക്രമവാസനയും എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ശ്രീ സന്തോഷ് ചെറുവോട്ട് ക്ലാസ് നയിച്ചു. PSC മേഖല ജില്ലാ ഓഫീസുകളിലെ ജീവനക്കാർ പങ്കെടുത്ത ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് EM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിജയലത K സ്വാഗതം പറഞ്ഞു. ശ്രീ സന്തോഷ് ചെറുവോട്ടിനുള്ള ഉപഹാരം PSC കോഴിക്കോട് ജില്ലാ ഓഫീസർ അനിത S സമർപ്പിച്ചു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി NK ചടങ്ങിന് നന്ദി പറഞ്ഞു. മലബാർ CSI രൂപതയുടെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള ജീവനക്കാരുടെ സംഗമവും സർവീസിൽ നിന്നും വിരമിക്കുന്നവരുടെ യാത്രയപ്പ് സമ്മേളനവും നടന്നു. മാനാഞ്ചിറ BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി CSI മലബാർ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ഉദ്ഘാടനം ചെയ്തു. CSI സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സുനിൽ പുതിയാട്ടിൽ സംഗമത്തിന് നേതൃത്വം നൽകി. റിസോഴ്സ് പേഴ്സൺ മുഹമ്മദ് ഷിയാസ് MV മുഖ്യപ്രഭാഷണം നടത്തി. ക്ലർജി സെക്രട്ടറി റവറൻഡ് ജേക്കബ് ഡാനിയേൽ, ലേ സെക്രട്ടറി കെന്നത്ത് ലാസർ, പ്രോപ്പർട്ടി സെക്രട്ടറി ജോൺസൺ ആൻഡോ, ഷാജൽ കക്കോടി, അധ്യാപക പ്രതിനിധികളായ ഷാജു വർഗീസ്, ജിജിൽ റെജിനോൾഡ്, ജെജി ജോസഫ്, അജിത് KR, വിനോദ് തറയിൽ എന്നിവർ സംസാരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിൽപ്പെട്ടവർക്ക് പുതിയ വീട് നിർമ്മിക്കാനായി സമാഹരിച്ച തുകയുടെ ചെക്ക് ജീവനക്കാർ ബിഷപ്പിന് കൈമാറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഓരോ ഭിന്നശേഷി വ്യക്തിക്കും ഇണങ്ങുന്ന പിന്തുണാ സംവിധാനം ഉറപ്പാക്കാനാണ് സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി R. ബിന്ദു. പിണറായി സർക്കാർ ലഹരി മാഫിയക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. റംസാൻ രണ്ടാമത്തെ പത്തിലേക്ക് കഠിന വ്രതത്തിലൂടെ ആത്മവിശുദ്ധി നേടാനുള്ള പരിശ്രമത്തിൽ വിശ്വാസികൾ. ഹജ്ജ് തീർത്ഥാടനത്തിന് കോഴിക്കോട്ട് നിന്നുള്ള തീർത്ഥാടകരിൽ 516 പേർക്ക് കണ്ണൂരിൽ നിന്നും പോകാമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി. മാർച്ച് 13 ലോക വൃക്ക ദിനം. നിങ്ങളുടെ കിഡ്നി ഓക്കെയാണോ? നേരത്തെ കണ്ടെത്തി സംരക്ഷിക്കൂ എന്നത് ഈ വർഷത്തെ പ്രമേയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.